നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയൊരു പങ്ക്തിയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്വർണ്ണവില അതിഭീമമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. ഇന്നത്തെ വിലയെന്ന് പറയുന്നത് 22 ക്യാരറ്റ് ഗോൾഡിന് ഏകദേശം 835 രൂപയാണ് പെർ ഗ്രാം. അതുപോലെ 24 ക്യാരറ്റ് ഗോൾഡിന് 8765 രൂപ, 18 ക്യാരറ്റ് ഗോൾഡിന് 6574 രൂപ. നമ്മുടെ മലയാളികൾക്കെല്ലാം തന്നെയും സ്വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആഭരണ നിലയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു അഫെക്ഷൻ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പ്ലസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കൂടെ മലയാളികൾ കാണാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിലുപരി കൂടുതലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് ജ്വല്ലറിയോട് കൂടി. പക്ഷേ ഗോൾഡ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് റേറ്റ് കൂടിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഗോൾഡിനെ നമുക്ക് ജ്വല്ലറി ആയിട്ട് തന്നെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, അതല്ലെങ്കിൽ ഗോൾഡിന് പകരമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടോ, അതായത് ഗോൾഡിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്. നമുക്കിപ്പം ഗോൾഡ് നമുക്ക് ജ്വല്ലറി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 5 ഓപ്ഷൻസ് വരെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ബ്രീഫാണ് നമ്മൾ ഇന്നത്തെ പങ്ക്തിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഇതുപെട്ട സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും സ്വർണ്ണ ആഭരണമായിട്ടാണ് കൂടുതലും അറിയാവുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് തന്നെ ഇപ്പം പല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഗോൾഡാണ്. ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്നത് ഒരു എമൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഗോൾഡ് നമുക്ക് പർച്ചേസ് ചെയ്ത് ഡിജിറ്റൽ ലോക്കറിൽ കീപ്പ് ചെയ്യാം. സോ ഇതാണ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ, ഡിജിറ്റൽ ഗോൾഡ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3% GST ആപ്ലിക്കബിൾ ആണ്. നമ്മൾ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ 3% GST ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുമ്പോഴും 3% നമുക്ക് GST ആപ്ലിക്കബിൾ തന്നെയാണ്. അത് അവർ ഡിജിറ്റൽ ലോക്കറിലായിരിക്കും സൂക്ഷിക്കുക. അതിനൊരു സർവീസ് ചാർജ് അവർക്കുണ്ടാകും. ഡിജിറ്റൽ ലോക്കറിൽ അവർ കീപ്പ് ചെയ്യുന്നതിനും ഇൻഷുറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനൊരു നമ്മൾ സ്പ്രെഡ് എന്ന് പറയും. അതൊരു 3 to 6% വരെ നമുക്ക് അതിന് സ്പ്രെഡ് വരാം. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് എന്താ പറയുക, ഹാർഡായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബാറോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഡിജിറ്റൽ ലോക്കറിൽ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ത് തന്നെയാണോ ആ മാർക്കറ്റ് വാല്യൂ തന്നെയായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. തിരിച്ച് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ നമുക്കത് ഹോൾഡിംഗ് ആവശ്യമില്ല, നമുക്ക് സെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനും കഴിയും. സോ അതിനകത്ത് പക്ഷേ ഒരു 3 മുതൽ 6% വരെയുള്ള സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ്റെ ബേസിസിൽ 3 to 6% ഒരു റെഡ്യൂസ്ഡ് വാല്യൂ ആയിരിക്കും. സാധാരണഗതിയിൽ കണ്ടുവരുന്നത് 3% ആണ്. 3% വരെ കുറഞ്ഞൊരു വാല്യൂലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വിൽക്കാൻ പറ്റുക. സോ ലോങ് റണ്ണിൽ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഗോൾഡിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി കാണുന്ന ഒരു വ്യക്തിക്ക് ലോങ് റൺ പോസിബിലിറ്റിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് വേറെ 2 ഓപ്ഷൻസ് ഉള്ളതെന്ന് പറയുന്നതിൽ ഒന്ന് പറയുന്നത് ഗോൾഡ് ETF ആണ്. ETF എന്ന് പറയുന്നത് എല്ലാവർക്കും കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കമ്മോഡിറ്റി ട്രേഡിംഗ് അതുപോലെ തന്നെയാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. ഗോൾഡിൻ്റെ വാല്യൂവിനെ ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ടുകൾ ഇട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് ആയിട്ട് നമുക്ക് ഗോൾഡിലോട്ട് അവർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് 1 രൂപ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സാധാരണ അറിയാം, നമ്മളൊരു കടയിൽ പോയി നമുക്കൊരു സ്വർണ്ണം നാണയം വാങ്ങിക്കണമെങ്കിലോ ബാറ് വാങ്ങിക്കണമെങ്കിലോ ആഭരണം വാങ്ങിക്കണമെങ്കിലോ മിനിമം 1 ഗ്രാം എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രാം കണക്കിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനഗെയിൻസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നേരെ ഡിജിറ്റൽ ഗോൾഡിൽ നേരെ തിരിച്ചാണ്. നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. MMTC ആണ് ഇപ്പോൾ ഉള്ളതിൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള ഗവൺമെൻറ് പ്ലാറ്റ്ഫോം MMTC ആണ്. മറ്റ് പ്ലാറ്റ്ഫോംസുകൾ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ളത് 1 or 2 മാത്രമേ ഇപ്പോൾ കറൻ്റ് ഉള്ളൂ. സേഫ് ഗോൾഡ് അതുപോലെ തന്നെ ഉള്ളത് മാത്രമേ ഇപ്പോൾ കറൻ്റ് ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഗോൾഡ് ETF. ഗോൾഡ് ETFന് നിങ്ങൾക്കൊരു ബ്രോക്കറേജ് ആപ്പ്, ഇപ്പം ഏഞ്ചൽ വൺ, സെറോദ അങ്ങനെയുള്ള ബ്രോക്കർ ആപ്പ് മുഖേന മാത്രമേ നിങ്ങൾക്ക് കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മിനിമം എമൗണ്ട് തുക ഇട്ടും കൊണ്ട് നമുക്ക് ഗ്രാം വൈസിന് അല്ല, വാല്യൂ വൈസിന് നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള തുക ആ തുകയ്ക്ക് എഗെയിൻസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് ഡിമാറ്റ് ചാർജസ് വരാം. ഇപ്പോൾ ഈ പറയുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ ചാർജസ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് എഗെയിൻസ്റ്റുള്ള ചാർജസ്, ഇങ്ങനെയായിരിക്കും എന്ത് വരിക, ഗോൾഡ് ETFസിലൊക്കെ വരിക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലിക്വിഫൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഇപ്പം സ്വർണ്ണം നമ്മളെ കയ്യിലിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ക്യാഷിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ചെന്നത് പണയം വയ്ക്കാം അല്ലെങ്കിൽ വിൽക്കാം. നേരെ മറിച്ച് ഗോൾഡ് ETFസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ പെട്ടെന്ന് നമുക്കില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഗോൾഡിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റുകയില്ല. ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ കൺവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മേക്കിംഗ് ചാർജസ് കൊടുക്കേണ്ടി വരും. ഗോൾഡ് ETFസിലൊന്നും തന്നെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡിലോ മീൻസ് ഈ പറയുന്ന വെർച്വലി ഇരിക്കുന്ന ഗോൾഡിനെ ഫിസിക്കൽ ഗോൾഡിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
അടുത്ത് ഗോൾഡ് ETF കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ SIP ലോട്ടായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിസ്ക് ബെയർസ് അല്ലാത്തവർ എന്തുകൊണ്ട് നോക്കുന്ന ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇതേ ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ഗോൾഡിൻ്റെ കയറ്റിറക്കം വാല്യൂ അനുസരിച്ചിട്ട് നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ആണ്, അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, അത് റേറ്റ് ഇപ്പോൾ നമുക്ക് കൂടിയിരിക്കുന്ന സമയത്ത് സെല്ല് ചെയ്യുന്നു, പിന്നെ റേറ്റ് പറയുമ്പോൾ പിന്നെയും അത് ബൈബാക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു ബൈ ആൻഡ് സെല്ലിംഗ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സിൽ കൂടുതലും ചെയ്യുന്നത്. ട്രേഡിംഗ് ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ അതൊരു ഫണ്ട് മാനേജറിൻ്റെ ഓപ്ഷനോട് കൂടി മ്യൂച്വൽ ഫണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇത് സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന മേഖലകളിലോട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും ETFs ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും തന്നെ പെട്ടെന്ന് കയറി നമ്മൾ അത് ടെക്നിക്കലി കുറേ കൂടെയൊക്കെ അതിനകത്ത് അപ്ഡേഷൻസ് ഉള്ളത് കൊണ്ട് ഒരു സാധാരണ ജനങ്ങൾ പെട്ടെന്ന് അതിനകത്ത് കയറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ല. പക്ഷേ ഇന്ന് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എല്ലായിടത്തും സുപരിചിതമാണ്. ഈവൻ നമ്മുടെ ഗൂഗിൾ പേ ആപ്സിൽ പോലും അല്ലെങ്കിൽ ഫോൺ പേ ആപ്സിൽ പോലും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ഫിസിക്കലി നമ്മൾ ഗോൾഡ് വാങ്ങിച്ച് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഗോൾഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ റേറ്റ് ഓഫ് റിട്ടേണോട് കൂടി തന്നെ ഒരു 6.5 to 7.5 വരെ റിട്ടേൺസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഏതിലൊക്കെ കൂടെ, ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ ETFsോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലൂടെ നമുക്ക് റിട്ടേൺസ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇനി ഇതിലെല്ലാത്തിനും ഉപരി ഏറ്റവും മോസ്റ്റ് അപ്രീഷിയേറ്റഡ് ഫോം ഓഫ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോൺസ് ആണ്. അതായത് SGB എന്ന് നമ്മൾ അറിയപ്പെടും. സോ സോവറിൻ ഗോൾഡ് ബോൺസ് ആർ ഇഷ്യൂഡ് ബൈ RBI. ഓക്കെ, അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ബാങ്കിങ് പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോംസ് ഈ പറയുന്ന സർവ്വത അങ്ങനെയുള്ള ബ്രോക്കറേജ് പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് GST ഇല്ല. രണ്ടാമത് ഇതിലൂടെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ തുക ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ടാക്സ് വരുന്നില്ല. സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ ടാക്സ് വരുന്നില്ല, GST വരുന്നില്ല, മേക്കിംഗ് ചാർജസ് ഇല്ല. അത് 0 റേറ്റ് ഓഫ് എക്സ്പെൻസ് ആണ് നമുക്ക് മെയിൻലി എന്ത് വരുന്നത്, സോവറിൻ ഗോൾഡ് ബോണ്ടിൽ വരുന്നത്. സോ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വെർച്വലി ഒരു ബോണ്ട് പേപ്പറാണ്. നമ്മൾ എത്രയാണോ സ്വർണ്ണത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു ഗോൾഡ് ബോണ്ട് ഗവൺമെൻറ് നമുക്ക് ഇഷ്യൂ ചെയ്യും. സോ അത് നമുക്ക് കീപ്പ് ചെയ്യാം. മിനിമം ലോക്കിൻ പീരീഡ് ഉണ്ട്, 8 വർഷം വരെയാണ് ലോക്കിൻ പീരീഡ്. സോ ഈ 8 വർഷ കാലയളവിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ലോങ് റണ്ണിൽ നോക്കുന്ന സാഹചര്യത്തിൽ 8 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ സ്വർണ്ണത്തിൻ്റെ വില ഓരോ മാസവും ഓരോ ദിവസവും നമുക്ക് കൂടിയാണ് വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷത്തേക്കുള്ള ലോക്കിൻ പീരീഡ് ഉണ്ട്. ആ 8 വർഷം വരെ ഈ സ്വർണം ഗവൺമെൻറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ പറയുന്ന നമ്മൾ ഇട്ടുന്ന തുക എന്ത് തന്നെയാണോ ആ തുകയ്ക്ക് 2.5% സിമ്പിൾ ഇൻട്രസ്റ്റ് ഗവൺമെൻറ് തരുന്നുണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് GST ഇല്ല, 2 ഇതിന് ടാക്സ് ഇല്ല, ഇതിൽ നിന്ന് ജനിച്ച ഇൻകത്തിന് ടാക്സ് ഇല്ല, മേക്കിംഗ് ചാർജസ് ഇല്ല. ഇത് മൂന്നിനും ഉപരി ഗവൺമെൻറ് 2.5% ഇൻട്രസ്റ്റ് നമുക്ക് ഗവൺമെൻറ് ഇങ്ങോട്ട് തരികയാണ്. ഓക്കെ, അപ്പം ഇത് 6 മാസം കാലയളവിലായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമാറ്റിൽ ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് തരിക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം 8 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ കൂടിയും 5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ വിൻഡോ ഉണ്ട്, നമുക്ക് 5 വർഷം കഴിഞ്ഞാലും വിഡ്രോ ചെയ്യാം. സോ സ്വർണം ലോങ് ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കാണുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യണം. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ടൈം ഫ്രെയിംസുകളിൽ മാത്രമേ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാനമായിട്ട് ഫെബ്രുവരി 2024 നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2025 ആയി. ഈ ഒരു വർഷ കാലയളവിൽ ഗവൺമെൻറ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മിനിമം 1 ഗ്രാമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പറയുന്നത്. 1 ഗ്രാം തൊട്ട് നമുക്ക് മേളിലോട്ട് വാങ്ങിക്കാം. മിനിമം 1 ഗ്രാമാണ് നമുക്ക് മേടിക്കേണ്ട മിനിമം തുക എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നും ആഫ്റ്റർ 8 ഇയേഴ്സ് 8 വർഷത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ വാല്യൂവിൽ 8 വർഷത്തിന് ശേഷമുള്ള വാല്യൂവിൽ നമ്മൾ ഗോൾഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് തന്നെ ലാഭമാണെങ്കിൽ പോലും ആ പറയുന്ന ലാഭത്തിന് അഗെയിൻസ്റ്റ് ടാക്സ് ഇല്ല. നേരെ മറിച്ച് പക്ഷേ ടാക്സ് ഉള്ള ഒരു പോർഷൻ ഉണ്ട്. 2.5% ഇൻട്രസ്റ്റ് സർക്കാർ തരുന്നതിന് അഗെയിൻസ്റ്റ് ടാക്സ് ഉണ്ടാവും. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് സ്വർണ്ണം 8 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ വർഷം നമ്മൾ വിഡ്രോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ലാഭമുണ്ടെങ്കിൽ 100 രൂപയുടെ സ്വർണ്ണം അന്ന് ചിലപ്പോൾ 1000 രൂപയാണെങ്കിൽ 900 രൂപയുടെ ലാഭത്തിന് അഗെയിൻസ്റ്റുള്ള ടാക്സ് നമുക്ക് അവൈലബിലിറ്റി ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ കറൻ്റ്ലി
ബോണ്ടുകളൊന്നും തന്നെ ഇഷ്യൂ ചെയ്യുന്നില്ല. പക്ഷേ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ജനങ്ങൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചതിനെക്കാട്ടും നല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് SGBയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 10 to 11.75% വരെ നമുക്ക് റിട്ടേൺ കിട്ടാവുന്ന ഒന്നാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സുള്ള റിട്ടേൺസ്. സോ ഇതിനെല്ലാം പുറമേ തന്നെ നമുക്ക് ഇനി അതല്ല, ഈ പറയുന്ന ഡിജിറ്റൽ എറയിലോട്ടോ അല്ലെങ്കിൽ SGBയിലോട്ടോ ഒന്നും തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്വർണ്ണ ആഭരണങ്ങളായിട്ട് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ലത് കോയിൻസാണ്. 22 ക്യാരറ്റിൻ്റെ കോയിൻസോ അല്ലെങ്കിൽ നമുക്ക് ഈ 24 ക്യാരറ്റിൻ്റെ ബാറുകൾ കിട്ടും, ചെറിയ 5 ഗ്രാംസിൻ്റെ ഒക്കെ ബാറുകൾ കിട്ടും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ബാറുകൾക്കും കോയിനുകൾക്കും വരുന്ന മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ പണിക്കൂലി വളരെ കുറവാണ്. 3% GST ഉണ്ടാവും, പക്ഷേ പണിക്കൂലി അല്ലെങ്കിൽ മേക്കിംഗ് ചാർജ് സ്വർണ്ണ ആഭരണങ്ങളെ നമുക്ക് വെച്ച് നോക്കുമ്പോഴേക്കും വളരെ കുറവാണ്. എങ്കിലും 1% തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് മേക്കിംഗ് ചാർജ്. 1% തൊട്ട് 7% വരെയുള്ള മേക്കിംഗ് ചാർജുകൾ പല പല കടകളിലായിട്ട് ഈടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ലോങ് റണ്ണിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നമ്മൾ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഫിസിക്കൽ ഗോൾഡ് നമുക്ക് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും സ്വർണം ആഭരണമായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും സ്വർണം കോയിനായിട്ടോ അല്ലെങ്കിൽ ബാറായിട്ടോ വാങ്ങിക്കുന്നതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം റീസെൻ്റ്ലി തന്നെ ബുള്ളിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാർ കോയിൻസ് കൊടുക്കാൻ വേണ്ടി മാത്രം തന്നെ എക്സ്ക്ലൂസീവ്ലി ഔട്ട്ലെറ്റ്സ് പല സ്വർണ്ണ ആഭരണ അല്ലെങ്കിൽ ജുവലേഴ്സും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു ആഡ് കണ്ടത് വെച്ചാണെങ്കിൽ രാജകുമാരി ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന പോലെ 4 ടേംസ് ഉണ്ട്. നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതിനുപരി 4 അതർ ടൈപ്പ് ഓഫ് ഗോൾഡിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഈ 4ലോട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഉചിതമായ രീതി എന്ന് പറയുന്നത് ആഭരണം വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കോയിനോ ബാറോ ആയിട്ട് വാങ്ങിച്ച് സൂക്ഷിക്കുക. അതായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ലൊരിത്. പിന്നെ റോബർട്ട് കിയോസ്കി എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർപ്രറ്റർ ഉണ്ട്, അത് റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ ഓതറാണ്. അദ്ദേഹം തന്നെ പറയുന്നത് എപ്പോഴും ഞാൻ കമ്മോഡിറ്റീസിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, കാരണം കമ്മോഡിറ്റീസിൻ്റെ വില കുറയുകയില്ല, കൂടുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതർ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ട്, സിങ്ക്, കോപ്പർ, അതുപോലെ തന്നെ സിൽവർ. ഇപ്പോൾ സിൽവർ ഗ്രാമിന് 108 രൂപയാണ്, ഗോൾഡിന് 8035 രൂപ ഇരിക്കുന്ന സമയത്ത് സിൽവറിന് 108 രൂപയാണ്. സോ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്റ്റിൽ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കമ്മോഡിറ്റീസിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിൽ ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതർ കമ്മോഡിറ്റീസിലോട്ട് കോപ്പർ, സിങ്ക്, അതുപോലെ തന്നെ സിൽവറിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നമസ്കാരം. താങ്ക് യു.